ക്രൈം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് നമ്മൾ പല പല ഒരു മാനങ്ങളാണ് ഇപ്പോൾ ഈ ക്രൈമിനൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ആളുകളുടെ സ്വഭാവത്തിൽ എങ്ങനെ ഈ വ്യത്യാസം വരുന്നു എന്നുള്ളത് നമ്മളൊന്ന് നോക്കിക്കാണണം. അതുകൊണ്ട് ഒരുത്തൻ കണ്ടില്ലേ, ആ 3 എണ്ണത്തിനെ അടിച്ചു കൊന്നത്. അടിച്ചെന്ന് പറഞ്ഞാൽ ഒരാളുടെ തലയിലൊക്കെ അടിച്ചേക്കുന്ന സ്റ്റീൽ പൈപ്പ് വെച്ച് അയാൾക്ക് 8 മുറിവാണ് തലയോട്ടിട്ട് ഉള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കണം. 8 അടി കേട്ടോ, ഒരൊറ്റ അടിക്ക് തന്നെ തട്ടിപ്പോവും. അങ്ങനെയുള്ള 8 അടിയാണ് ഒരാളെ തലയിൽ കൊടുത്തേക്കുന്നത്. ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, അത്രയും എന്തിനാണ് ചോദിച്ചെന്ന് ചോദിച്ചാൽ അവനെ കളിയാക്കിയത്. എല്ലാത്തിനെയും കൊല്ലാനാ ചെന്നെന്നാ അവൻ പറഞ്ഞേക്കുന്നത്. ഇതാ കാര്യം. ഭാഗ്യത്തിന് ഒരു മനുഷ്യന് അത് രക്ഷപ്പെട്ടു. അയാള് അപകടനില തരണം ചെയ്തോ ഇല്ലെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. അയാള് ഹോസ്പിറ്റലിലാണ്, ആസ്റ്റർ മെഡിസിറ്റിയിലോ അങ്ങാണ്ട് ആശുപത്രി കിടക്കാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ കാലത്ത് വന്ന് ക്രൂരത എന്ന് പറയുന്നത് അത്രത്തോളം. എന്നാണ്ട് ഒരു 2 വയസ്സുള്ള ഒരു കുഞ്ഞിനെ എടുത്ത് കേട്ടിലെറിഞ്ഞു വന്നേക്കുന്നു. ഇതൊക്കെ മനുഷ്യനെന്ന് പറയുന്ന ഒരുത്തന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ ഇത്? അപ്പൊ ഈ രീതിയിലേക്ക് നമ്മുടെ സമൂഹം ആ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഒരുപാട് മയക്കുമരുന്നിന്റെ സ്വാധീനം ഒരുപാടുണ്ട്. കഞ്ചാവ്, മയക്കുമരുന്ന്, ഇതിന്റെയൊക്കെ സ്വാധീനം ഒരുപാടുണ്ട്. അതില്ലാന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോ ഈ രീതിയിലുള്ള പെരുമാറ്റമാണ് ഇന്ന് ക്രിമിനൽസിന്റെ, നമ്മൾ പണ്ട് കാണാത്ത രീതിയിലുള്ള ക്രൈംസ് ആണ് ഇപ്പൊ കാണുന്നത്. ഇതുപോലൊന്നും ഇങ്ങനൊന്നും അടിച്ചു കൊല്ലുന്ന, ഞാൻ പറഞ്ഞില്ല, ഇത്രയും ഈ തലയിൽ ഇതുപോലെ അടിച്ച് 3 എണ്ണത്തിനെ കൊല്ലുന്ന ഒരു ഇങ്ങനെ 3 പേരെ, ഒരാളെയൊക്കെ കൊന്ന് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഇത്രയും നാളുള്ള ജീവിതത്തിൽ. അതായത് അഭിഭാഷകനായിട്ടുള്ള 17 വർഷം, അത് കഴിഞ്ഞിട്ട് ജഡ്ജിയായിട്ടുള്ള 23 വർഷം, ഈ 40 വർഷത്തിനിടയിൽ ഞാൻ ഇങ്ങനെയുള്ള ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം. എല്ലാം പുതുമയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ക്രൈംസ്. നോക്കിക്കോണം, ഒരിക്കലും പുതിയ മാനങ്ങളാണ് ഇവന്മാർ ക്രൈംസിന് കണ്ടുപിടിച്ചേക്കുന്നത്. ആ രീതിയിലാണ്. പോക്സോ എന്ത് മാത്രമാണ്, എത്ര എണ്ണമാണ് വരുന്നത്, ഇഷ്ടമാതിരിയാണ് വരുന്നത്. പിന്നെ വേറെ ഒരു കണ്ടില്ലേ, സ്കൂൾ ബസ് വെച്ചിട്ട് 9ാം ക്ലാസ്സുകാരനെ കുത്തി. അതിന് ബയോളജി ലാബിൽ നിന്ന് കത്തി എടുത്തുകൊണ്ട് വന്നാണ് കുത്തി. കഴുത്തിന്റെ പുറകിൽ കുത്തേറ്റു. ഭാഗ്യത്തിന് ഗുരുതരമല്ലാത്ത കുത്തായി ആയിരുന്നു, കുത്തുകൊണ്ടു, എന്നാലും രക്ഷപ്പെട്ടു. അപ്പൊ ഇത് അവനെ കസ്റ്റഡിയിലുമായി. ഇത് നമ്മൾ കാണേണ്ടത് ഈ 11 സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം ഒരു 16 വയസ്സ് അല്ലെ 17 വയസ്സ് പ്രായം കാണും. ഈ സമയത്താണ് ഈ പണി ചെയ്യുന്നത്. ഇവനും മിക്കവാറും അത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ച് നോക്കുമ്പോൾ 18 വയസ്സിന് താഴെയുള്ള ചൈൽഡായിരിക്കും ഇയാള്. അപ്പം ഇമ്മ്യൂണിറ്റി ഒന്നും അതിന് കിട്ടത്തില്ല. പക്ഷേ എന്നാലും ശിക്ഷയിലെ കാഠിന്യത്തിലൊക്കെ കുറവുണ്ട്, അത്രേ ഉള്ളൂ. ഇതായാലും ഇതുപോലെ ചിന്തിക്കുന്നല്ലോ കൂടെ ഉള്ള ഒരു കുട്ടിയെ കുത്താനായിട്ട് കത്തിയെടുത്ത് കുത്തുകയാണ്. ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വേറെ തൃശ്ശൂര് ഇത് കണ്ടില്ലേ, ആ മൈതാനത്ത്, തെക്കുംകട മൈതാനത്ത് വെച്ച് അത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 15 വയസ്സുകാരനോ 16 വയസ്സുകാരനോ അങ്ങാണ്ടാണ് ഒരാളെ ഒരു ചെറുപ്പക്കാരനെ കുത്തി കൊന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ പണ്ട് കാണാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഒരുപാട് കാണുന്നു. ഈ ക്രൈംസ് അത് ഒരു അത്രത്തോളം ക്രൈം കൂടിക്കൊണ്ടിരിക്കുകയാണ് റേറ്റ്. എത്ര നമ്മൾ കാണുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യം തന്നെയാണ്. അതിൻ്റെ ഇടയിലാണ് ഓരോരുത്തർക്ക് ശിക്ഷ ഇളവൊക്കെ കൊടുക്കുന്നത്. കിട്ടും. ആ ഇളവ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ലൈഫ് ഇംപ്രിസൺമെന്റ് എന്ന് പറഞ്ഞാൽ, ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് എന്ന് പറയുന്നത് ബയോളജിക്കൽ ലൈഫാണ്. ലൈഫ് ഇംപ്രിസൺമെന്റ് സുപ്രീം കോടതി പിന്നെ പറഞ്ഞിട്ടുണ്ട്. 14 വർഷം എന്ന് പറയുന്നത് സ്റ്റേറ്റിന് റെമിഷൻ കൊടുക്കാം. അപ്പൊ അത് കൊടുക്കണോ വേണ്ടതെന്നുള്ളത് സ്റ്റേറ്റാ തീരുമാനിക്കേണ്ടി കേട്ടോ. അത് അങ്ങ് തീരുമാനിക്കും. അതൊക്കെ പിടിപാടുള്ളവർക്കൊക്കെ കിട്ടുള്ളൂ, അല്ലാതെ എല്ലാവർക്കും ഒന്നും കിട്ടത്തില്ല. ഇത് ആരെങ്കിലും മന്ത്രിമാരോ അല്ലെങ്കിൽ അതുപോലുള്ള രാഷ്ട്രീയ നേതാക്കളോ ഒക്കെ അവരുടെ കൈ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും, അല്ലാതെ വേറൊന്നും നടക്കത്തില്ല.